വിവോയുടെ ഫോണുകളിൽ വരുന്ന ക്യാമറയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇഷ്ടമാണോ? അതായത് ഈ കാണുന്ന പോലത്തെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ ഓക്കെ ഇത് നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെയാണോ കിട്ടുന്നത്? നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ വിവോയുടെ V29 സീരീസിലെ 29 Pro ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് തൊട്ടടുത്ത ഷോപ്പിൽ നിന്നൊക്കെ പോയിട്ട് നല്ലൊരു ക്യാമറയുള്ള നല്ല ഫോൺ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിലേക്ക് നോക്കാമെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ പറയാം. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ആദ്യം ഈ ഫോണിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ ഫോൺ തന്നെയാണ് കയ്യിൽ കിട്ടുന്നത്. ബോക്സിനകത്ത് വേറെ കേസ്, ഡോക്യുമെന്റേഷൻ, പിന്നെ ഒരു ചാർജർ, കേബിള്, സിം ടൂള്, ഇത്രയുമേ ഉള്ളൂ. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഫോണിലേക്ക് വരാം. ഈ കാണുന്നതാണ് V29 Pro എന്ന ഫോണിൻ്റെ ലുക്ക്. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കാണാൻ? വിവോ പറയുന്നത് വളരെ യൂണിക്കായ ഒരു ഡിസൈൻ ആണ് എന്നാണ്. എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ, വളരെ ലൈറ്റ് വെയിറ്റ് ആൻഡ് സ്ലിം ആയ ഫോണാണ്. പതിവായിട്ട് വിവോയുടെ ഫോൺ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു റേഞ്ചിൽ തീർച്ചയായിട്ടും ഇതും അങ്ങനെ തന്നെയാണ്. ഇതിന്റെ തിക്നെസ് നോക്കിയാൽ 7.46 mm ആണ് വരുന്നത്. വെയിറ്റ് 186 gram ആണ്. ബാക്കിൽ നിന്നും ഒരു കർവ് ഉണ്ട്, ഫ്രണ്ടിലും കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കാനും ഹോൾഡ് ചെയ്യാനും ഉപയോഗിക്കാനും ഒക്കെ വളരെ കംഫർട്ടബിൾ ആയ ഫോൺ തന്നെയാണ്. ഇതിൽ ഒരു കാര്യം അവർ പറയുന്നത് ഇതിന്റെ കളർ 2 കളറിൽ വരുന്നുണ്ട്. ഇന്ത്യ ഇൻസ്പയർഡ് കളർ എന്നാണ് പറയുന്നത്. ഹിമാലയൻ ബ്ലൂ, അതേപോലെ സ്പേസ് ബ്ലാക്ക്, 2 കളറാണ് വരുന്നത്. അതിൽ ഹിമാലയൻ ബ്ലൂ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഈ ഫോണിന്റെ ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. 6.78 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ 3D കർവ്ഡ് ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 1.07 ബില്യൺ കളറൊക്കെ വരുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. വിഷ്വൽ ക്വാളിറ്റിയിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. യൂട്യൂബിൽ HDR വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നൈസായിട്ട് കാണാം. യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നെറ്റ്ഫ്ലിക്സിലും HDR ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ വിഷ്വൽ ഭാഗങ്ങളിൽ പ്രശ്നമില്ല. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ അടക്കം വരുന്നുണ്ട്. പിന്നെ ഇതിൽ DCI P3 1000 ഹെർട്സിന്റെ ഇൻസ്റ്റാന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒപ്പം തന്നെ സ്കോട്ട് സെൻസേഷൻ അപ്പിന്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്പ്ലേ നല്ല സെറ്റപ്പ് ആണ്. ഒരേ ഒരു കാര്യം ഇവിടെ നമുക്ക് ഒരു മീഡിയ കൺസെപ്ഷൻ, മീഡിയ എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ ഒരു കാര്യം മാത്രം കൊടുക്കാത്തുള്ളൂ. സൗണ്ട് നല്ല ക്വാളിറ്റി സൗണ്ടാണ്. നിങ്ങൾ കേട്ട് നോക്കിക്കോളൂ. ഞാൻ സാമ്പിൾ കേൾപ്പിച്ചു തരാം. നല്ല സൗണ്ട് ആണല്ലേ. ഇതിൻ്റെ ഒരു പ്രധാന പോരായ്മ എന്ന് പറയുന്നത് ഇതിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു വിലയ്ക്ക് തീർച്ചയായിട്ടും വേണ്ടതാണ്. അതിവിടെ ഇല്ല എന്നുള്ളതൊരു പ്രധാന പ്രശ്നമാണ്. ഇത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. കാര്യമൊക്കെ നന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ചില ഭാഗങ്ങളിൽ ചില പോരായ്മകളുണ്ട്. ഇതറിഞ്ഞുകൊണ്ട് തന്നെ ഇതിലേക്ക് വരിക. ഇനി ഇതിൻ്റെ പെർഫോമൻസ്, ഇതിൻ്റെ വില എനിക്ക് തോന്നുന്നു ഒരു 40,000 രൂപ റേഞ്ചിൽ വരുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പലരും ചോദിക്കും ഇത് മുതലല്ലോ, ഇത് വാല്യൂ ഫോർ മണി അല്ലല്ലോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇതല്ല. പക്ഷേ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അറിയാത്തവർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കുക. ഷോപ്പിൽ നിന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അവിടെ നിന്ന് കിട്ടാവുന്ന ലേറ്റസ്റ്റ് ആയ വിവോയുടെ ഈ ഒരു ഫോൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇതിൽ കിട്ടുന്ന ഒരു പെർഫോമൻസ് എങ്ങനെയെന്ന് ചോദിച്ചാൽ നോർമൽ യൂസിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഡയമൻസിറ്റി 8200 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. 8 GB RAM, 256 GB സ്റ്റോറേജിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. 12 GB RAM, 256 GB സ്റ്റോറേജിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ RAM LPDDR5 RAM ആണ്. റോം UFS 3.1 ആണ്. ഇതിൽ എക്സ്റ്റൻഡഡ് റാം പോലുള്ള കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. സോ നിങ്ങൾക്ക് സ്റ്റോറേജിൽ നിന്ന് റാമൊക്കെ എടുത്ത് സ്പേസ് ഒക്കെ എടുത്ത് റാമിലേക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാം. സോ അതൊക്കെ ഓക്കെ ലെവലിലാണ് കൊടുത്തിരിക്കുന്നത്. ഫൺ ടച്ച് OS 13 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 13 ബേസ്ഡ് ആണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഉണ്ട്. സോ ആ കാര്യങ്ങളിലൊന്നും പ്രശ്നമില്ല. പിന്നെ കുറേ പരസ്യ ആപ്ലിക്കേഷനുകൾ പതിവായിട്ടുള്ള പോലെ തന്നെ ഇവിടെയും കാണുന്നുണ്ട്. അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ് അത്യാവശ്യം ഇതായി കാണുന്ന പോലെ ക്ലീൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ നൈസായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു പ്രശ്നവുമില്ല. സാധാരണ യൂസിനും അത്യാവശ്യം ഗെയിം കളിക്കാനും ഒക്കെ നടക്കും. പക്ഷേ ഈ ഒരു വിലയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള ഫോൺ ഇതാണെന്ന് ചോദിച്ചാൽ ഇതല്ല. ഇതിനേക്കാൾ നല്ല ഒരുപാട് ഫോണുകൾ ഉണ്ടെന്നുള്ളത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഈ ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. എന്തിന് ചൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറ അത്യാവശ്യം നല്ല ക്യാമറയാണ്. ഫ്രണ്ടിൽ 50 മെഗാ പിക്സലിന്റെ ഓട്ടോ ഫോക്കസ് സെൽഫി ക്യാമറ വരുന്നുണ്ട്. റിയർ സൈഡിൽ 50 മെഗാ പിക്സലിന്റെ സോണി ക്യാമറ OIS സപ്പോർട്ടോടുകൂടി വരുന്നുണ്ട്. 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും വരുന്നുണ്ട്. 12 മെഗാ പിക്സലിന്റെ പോർട്രേറ്റ് ക്യാമറയും വരുന്നുണ്ട്. മെയിൻ ക്യാമറ ഇമേജുകളാണ് നിങ്ങൾ കാണുന്നത്. പോർട്രേറ്റ് ഇമേജുകളും കാണാം. നോർമൽ 1x പോർട്രേറ്റുകളാണ് കാണുന്നത്. അതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടുണ്ടല്ലേ. സെൽഫി ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സെൽഫി ക്യാമറ ഇമേജുകൾ നമുക്ക് ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും കിട്ടുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ക്യാമറ വീഡിയോ ഡേ ലൈറ്റിൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്മൂത്ത് ആണ്. സ്റ്റെബിലൈസേഷൻ ഒക്കെ ഉണ്ട്. ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷനിൽ എടുക്കുമ്പോൾ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ നൈറ്റ് സിറ്റുവേഷനുകളിൽ എടുക്കുമ്പോൾ ഈ കാണുന്ന ഒരു ക്വാളിറ്റിയാണ് കിട്ടുന്നത്. സോ അപ്പോൾ മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് ഐഡിയ കിട്ടിയല്ലോ എല്ലാ ലൈറ്റിംഗ് കണ്ടീഷനിലും.
സെൽഫി ക്യാമറയുടെ വീഡിയോയിലേക്ക് വന്നാൽ ഈ കാണുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ചെറിയൊരു സ്റ്റെബിലൈസേഷൻ കൂടി കൊടുത്തിട്ടുണ്ട് തവണ, അതും 4K കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാണാൻ കുറച്ചും കൂടി സ്മൂത്ത് ആണ്, ഒപ്പം തന്നെ ഭംഗിയുണ്ട്. നൈറ്റ് സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന തരത്തിലാണ് സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി. സോ നോർമൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എല്ലാം തന്നെ ഡീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറെ സ്പെഷ്യൽ ഫീച്ചറുകളുണ്ട്, ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. ഞാനൊന്ന് പറയാം. ഒന്ന് പോർട്രേറ്റ് ഇമേജുകൾ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പോർട്രേറ്റ് ഇമേജ് കിട്ടുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. സാമ്പിൾ കാണാം. ഒരെണ്ണം നോർമൽ 1x മറ്റേത് 2x ആണ്. എങ്ങനെയുണ്ട് ആ ഒരു ക്വാളിറ്റി? ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് കാണാം. 1x 2x രണ്ട് ലെവലിൽ എടുക്കുമ്പോഴും ഈ 2x എടുക്കുമ്പോൾ കുറെ കൂടി നല്ല രീതിക്കുള്ള ബ്ലറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സംഗതി നന്നായോ എന്നുള്ളത് നിങ്ങൾ വേണം പറയാൻ. ഇനി ഇതിന്റെ ബാക്കിലുള്ള ഓറ ലൈറ്റ് സെറ്റപ്പ് ഉണ്ട്. അതായത് ഒരു റിംഗ് പോലെ കൊടുത്തിരിക്കുന്ന ഈ ലൈറ്റിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ലൈറ്റിന്റെ ടെമ്പറേച്ചർ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിന്റെ ക്യാമറ ഇന്റർഫേസിൽ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതുകൊണ്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോഴും ഒരു ഡിഫറന്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. അതായത് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 2 ഫോട്ടോ കാണാം. ഒരെണ്ണം ഓറ ലൈറ്റ് ഓൺ ചെയ്യാതെയും ഒരെണ്ണം ഓൺ ചെയ്തിട്ട് കൊടുത്തതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഡിഫറൻസ്. നമുക്ക് ഒരു ഡിഫറന്റ് റിസൾട്ട് ആയിരിക്കും ഓറ ലൈറ്റ് തരാൻ പോകുന്നത്. പിന്നെ ഇവരുടെ വെഡ്ഡിംഗ് സ്റ്റൈൽ പോർട്രേറ്റ് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഈ കാണുന്ന ഓപ്ഷനിൽ ഒരു ടാപ്പ് കൊടുത്താൽ ഒരു ടൈപ്പ് ഇമേജ് ആയിരിക്കും വരിക. രണ്ടാമതൊരു ടാപ്പ് കൊടുത്താൽ വേറൊരു ഷെയ്ഡിലേക്ക് മാറും. മൂന്നാമതൊരു ടാപ്പ് കൊടുത്താൽ മൂന്നാമതൊരു ഷെയ്ഡിലേക്ക് മാറും. ഇങ്ങനെ 3 ഷെയ്ഡിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന്റെ റിസൾട്ട് കണ്ടോ. സോ ഇങ്ങനെ കുറെ സ്പെഷ്യൽ ഫീച്ചറുകളും ഈ ഒരു ക്യാമറയുടെ ഭാഗത്ത് വരുന്നുണ്ട്. സോ മൊത്തത്തിൽ ക്യാമറ ക്വാളിറ്റി വൈസ് ആയാലും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ഫീച്ചറുകൾ കൊണ്ടും നന്നായിരിക്കുന്നു എന്ന് തന്നെ പറയാം. വിവോയുടെ ക്യാമറ ഫോൺ എന്ന രീതിയിൽ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നു. നിങ്ങൾ പറയാം. ഇനി ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4600 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. അത് ഡീസെന്റ് ആയ ഒരു സെറ്റപ്പാണ്. ബാറ്ററി ലൈഫിലൊന്നും വലിയ പ്രശ്നം തോന്നിയില്ല. അതേപോലെ ബാറ്ററി ചാർജിങ് 80 വാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഡീസെന്റ് ആണ്, കുഴപ്പമില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ 5G ഫോണാണ്. 5 5G ബാൻഡ് കൊടുത്തിട്ടുണ്ട്. സോ അതും ഓക്കെയാണ്. വേറെ വൈഫൈ കണക്ടിവിറ്റി പ്രശ്നങ്ങളില്ല. കോൾ ചെയ്ത് നോക്കിയപ്പോഴും കുഴപ്പങ്ങളൊന്നുമില്ല. ഓവറോൾ നെറ്റ്വർക്ക് റിസപ്ഷൻ കണക്ടിവിറ്റി അതിലൊക്കെ ഡീസെന്റ് പെർഫോമൻസ് ആണ്. പിന്നെ ഇതിൽ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, താഴെ ഡുവൽ സിം സ്ലോട്ട് ആണ്. അവിടെ മെമ്മറി കാർഡിന്റെ ഓപ്ഷൻ ഇല്ല. 3.5mm ജാക്ക് വരുന്നില്ല. താഴെ സിം സ്ലോട്ട്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ കിട്ടില്ലേ. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ടോപ്പിൽ മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. സോ ഓവറോൾ ഈ ഫോൺ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഷോപ്പിൽ നിന്നും വിവോയുടെ ഫോണുകൾ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, നിങ്ങൾ എടുത്തു വരുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഷോപ്പിൽ പോയി എടുക്കാൻ പറ്റിയ ഒരു നല്ല വിവോ ഫോണാണ്. വിവോ ഫോണാണ്. ആ റേഞ്ചിലുള്ള അപ്പടി നല്ല ഫോണൊന്നല്ല. തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ഓക്കെ ആണോ, എന്താണ് നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ച് തോന്നിയത്? പിന്നെ എനിക്ക് ഇതിന്റെ പ്രൈസ് ഇപ്പോൾ അറിയില്ല. അത് അറിയുന്ന വഴിക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പക്ഷേ ഓഫറുകൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. അവരിത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. 3500 രൂപയുടെ ഡിസ്കൗണ്ട് HDFC കാർഡിന്മേലും SBI കാർഡിന്മേലും ഇൻസ്റ്റാന്റ് ഡിസ്കൗണ്ട് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇത് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ കിട്ടും. ഷോപ്പിൽ ചെല്ലുമ്പോൾ ചോദിക്കാൻ മറക്കണ്ട. സോ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഓഫറൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വാങ്ങിക്കുക. വാങ്ങിക്കാനുള്ള പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ താല്പര്യമെങ്കിൽ അതിനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഷോപ്പിൽ പോയി വാങ്ങിക്കാം. സംഗതി എന്തായാലും V29 എന്ന ഈ ഫോൺ ഒരു സാധാരണ യൂസിന് തീർച്ചയായിട്ടും നല്ല ഒരു ക്യാമറ ഫോണാണ്. സോ അത്രയുമാണ് വിവോ V29 എന്ന ഫോൺ, 29 Pro എന്ന ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.